മമ്മൂട്ടി, മോഹൻലാൽ ഒരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നവരാണല്ലോ തീർച്ചയായിട്ടും. ആ കാലഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ ഉദയം ഉണ്ടാകുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിലുള്ള സിനിമകൾ ഉണ്ടാകുകയും ചെയ്തു. ഡെന്നിച്ചായൻ പക്ഷേ ഇടക്കാലത്ത് സുരേഷ് ഗോപിയായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെന്തായിരുന്നു കാരണം? അത് ഇതേപോലെയാണ്. കാരണം ഇവർ ഇതിനകത്തൊക്കെ ഇടപെടും, ഈ സ്ക്രിപ്റ്റിലൊക്കെ കയറി ഇടപെടും. അത് എനിക്ക് പണ്ട് ഇപ്പോഴും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപി കാണും കേട്ടോ, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം എനിക്ക് സുരേഷ് ഗോപിയായിട്ടാണ് ഏറ്റവും വലിയ അടുപ്പം. സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയാണ് മലയാള സിനിമ ഏറ്റവും നല്ലൊരു തറവാടിയായ നടനാണെന്നുള്ളത്. ഞാൻ ഏറ്റവും രണ്ടാമതായിട്ടാണ് കൂടുതൽ ഉടക്കിയേക്കുന്നത്. രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ഇപ്പോഴും സുഹൃത്തുക്കളാണ്, ഭയങ്കര സുഹൃത്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഇവർ രണ്ടാളും. നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ടാണ് ഉടക്കുന്നത്. സുരേഷ് ഗോപിയായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഒരു ജോർജ് ഗിത്ത് എന്നൊരു പടത്തിൻ്റെ അതിനകത്തൊക്കെ ഒരുപാട് കളികളുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ ഏകലവ്യൻ എന്നുള്ള സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 100-ാം ദിവസത്തിന് ക്വാലിക്കറ്റ് വെച്ച് സുരേഷ് ഗോപിനെ വാനോളം പുകഴ്ത്തുന്നു. നീയാണ് ഇവിടുത്തെ വലിയ നടൻ, അങ്ങനെ പടങ്ങൾ. അപ്പോൾ ഇത് നമ്മളൊരു ഫാമിലി പടമാണ് ചെയ്തത്, കർപ്പൂര ദീപം എന്നുള്ള സിനിമ. ഉർവശിയും സുരേഷ് ഗോപിയാണ്. അപ്പോൾ അതിനകത്തൊരു ലേഡീസ് ഓറിയൻറ്റഡ് സിനിമയാണ്. ആരോ പറഞ്ഞു കൊടുത്ത് നീ അതിൽ ചെയ്യണമെന്നോ. ഇവിടെ വന്നിട്ട് പുള്ളി അതിനെപ്പറ്റി ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പ്രശ്നമായി ഞാനോട്ട് വട്ടോടക്കി ഞാൻ പത്രത്തിൽ ഇയാൾക്കെതിരായിട്ട് എഴുതി, ഇയാൾ എനിക്കെതിരായിട്ട് എഴുതി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഒരു സംഘടന, മാക്ട എന്ന് പറയുന്ന സംഘടന. കാരണം താരങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഡെന്നിച്ചായൻ്റെ ഐഡിയയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ ആദ്യം ഡെന്നിസ് ജോസഫിനെ വിളിക്കണം. ഇങ്ങനൊരു സംഭവമുണ്ട്, റൈറ്റേഴ്സ്. അത് ജോഷിനുള്ളിൽ ഇപ്പോൾ ജോഷി പറയണം, നിങ്ങൾ റൈറ്റേഴ്സ് മാത്രം തുടങ്ങണ്ട, നിങ്ങൾക്ക് ഡയറക്ടേഴ്സും തുടങ്ങാം. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് തുടങ്ങിയ മാക്ടയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സുരേഷ് ഗോപിയുടെ കൊല്ലത്ത് വീട്ടിൽ കൂടി എന്നുള്ളതാണ്. അതാണ് സൗഹൃദം. അത് സൗഹൃദമല്ല. ഞങ്ങൾ കൊല്ലത്ത് ജോഷിയുടെ ഒരു പടം, സുരേഷ് ഗോപി അഭിനയിക്കുന്ന പടം ഭൂപതി. അപ്പോൾ എക്സിക്യൂട്ടീവ് കൂടണം. ഇവിടെ 5-6 പേരുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു. ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ സുരേഷ് കേട്ടു, അതിനെന്തിനാ നിങ്ങളിവിടെ എൻ്റെ വീട്ടിൽ കൂടാം. അപ്പോൾ ഞങ്ങൾ കൂടെ അവിടെ പോയി സുരേഷ് ചാപ്പാട് തന്ന അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു, ചാപ്പാടൊക്കെ തന്ന്. സുരേഷ് ഗോപി മാക്ടയിലേക്ക് തന്നെ 1000 രൂപ വെച്ച് തരുകയും ചെയ്യുന്നുണ്ട്. അറിയാലേ. ഇന്ന് ഏറ്റവും കൂടുതൽ സൗഹൃദം ഈ 2 വ്യക്തികളും തമ്മിൽ. ഇപ്പോൾ ഈ മാക്ടയുടെ സ്ഥാപക മെമ്പറാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യം തുടങ്ങിയ ആദ്യത്തെ മെമ്പർ എന്നുള്ള രീതിയിൽ ഒപ്പിട്ടേക്കേണ്ട ഡെന്നിച്ചാൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ മാക്ട പിന്നീട് വളരെ നല്ല രീതിയിൽ മലയാള സിനിമയുടെ ഒരു ഭാവുകത്വവും അതോടൊപ്പം തന്നെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ മലയാള സിനിമയുടെ ഒരു പ്രസക്തിയും ഉണ്ടാക്കുന്ന രീതിയിൽ മാക്ടയുടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം മാക്ട വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയും അതിലേറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഡെന്നിച്ചാൻ. നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അത് പറയുകയും ചെയ്യായിരുന്നു. പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഡെന്നിച്ചാന് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ മാക്ട ഒരു സാംസ്കാരിക സംഘടനയായിട്ട് നിലനിന്നാൽ മതിയായിരുന്നു. ഒരു തൊഴിലാളി സംഘടനയായിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. റൈറ്റേഴ്സിലെ ഒരു മെമ്പറാണ് ഞാൻ. പക്ഷേ ഇതിനൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിഷേധവും അല്ലെങ്കിൽ അത്തരം ദുഃഖങ്ങളൊക്കെ നമ്മൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് പ്രതിഷേധിക്കാം. നമുക്ക് പ്രതിഷേധിക്കാം. നമ്മുടെ ഇപ്പോൾ മീറ്റിങ്ങിൽ പ്രതിഷേധിക്കാം, നമ്മുടെ ജനറൽ ബോഡിയിൽ പറയാം, അല്ലെങ്കിൽ കമ്മിറ്റി പറയാം. പക്ഷെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സംഘടന ബലഹീനമാകുകയാണ്. അതുണ്ടാകാതിരിക്കട്ടെ. എപ്പോഴും സംഘടന എപ്പോഴും നല്ലത്, നന്നായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിക്കാം.